ഗൂഗിളിന്റെ ഉടമസ്ഥതയിലുള്ള വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ യൂട്യൂബ് അവരുടെ വാർഷിക വരുമാന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. കമ്പനിക്ക് കഴിഞ്ഞ വർഷം 36.2 ബില്യൺ ഡോളറാണ് പരസ്യവരുമാനത്തിൽ നേടിയതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പരസ്യ വിൽപ്പനയിൽ നിന്ന് മാത്രമുള്ള വരുമാനമാണ് ഇത്. ഇതിൽ യൂട്യൂബ് പ്രീമിയം സബ്സ്ക്രിപ്ഷനിൽ നിന്നുള്ള വരുമാനമോ യൂട്യൂബ് ടിവിയിൽ നിന്നുമുള്ള വരുമാനവും ഉൾപ്പെടുന്നില്ല. അതായത് 2024 യൂട്യൂബിന്റെ ആകെ വരുമാനം 36.2 ബില്യൺ ഡോളറിനേക്കാൾ ഏറെ കൂടുതലാണ് എന്നതാണ് വാസ്തവം. 2024 അവസാന പാദത്തിൽ പരസ്യങ്ങളിൽ നിന്ന് മാത്രം യൂട്യൂബ് നേടിയത് 10.47 ബില്യൺ ഡോളറാണ്. ഒരു പാദത്തിൽ കമ്പനിയുടെ ഏറ്റവും ഉയർന്ന വരുമാനം കൂടിയാണ് ഇത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് ഈ വരുമാനത്തിന് മുഖ്യ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 2020 അപേക്ഷിച്ച് ഇരു പാർട്ടികളും തങ്ങളുടെ ചെലവ് ഇരട്ടിയായി വർദ്ധിപ്പിച്ച US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പായിരുന്നു നടന്നത്. നവംബർ 5 നടന്ന തെരഞ്ഞെടുപ്പ് ദിനത്തിൽ അമേരിക്കയിൽ 45 ദശലക്ഷം ആളുകൾ യൂട്യൂബിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം കാണുന്നുവെന്നാണ് ഗൂഗിളിന്റെ ചീഫ് ബിസിനസ് ഓഫീസർ വ്യക്തമാക്കുന്നത്. അതേസമയം യൂട്യൂബ് റെക്കോർഡ് വരുമാനം നേടിയിട്ടുണ്ടെങ്കിലും പ്ലാറ്റ്ഫോമിലെ പരസ്യ കാഴ്ചാനുഭവം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതും. കഴിഞ്ഞ കുറച്ചു ദിനങ്ങളായി ചില ഉപയോക്താക്കൾക്ക് യൂട്യൂബ് നിരവധി മണിക്കൂറുകൾ പരസ്യങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പലർക്കും അവ ഒഴിവാക്കാൻ പോലും കഴിയുന്നില്ല എന്നതും വിവിധ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഇതുകാരണം ചില ഉപയോക്താക്കൾ യൂട്യൂബ് പ്രീമിയം വാങ്ങാൻ നിർബന്ധിതരാകുന്നുവെന്നും പരാതികൾ ഉയരുന്നുണ്ട്. പരസ്യ ബ്ലോക്കറുകൾക്കെതിരെ യൂട്യൂബ് ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. സിസ്റ്റങ്ങളിൽ പരസ്യ ബ്ലോക്കറുകളുള്ള ഉപയോക്താക്കൾക്കെതിരെ കമ്പനി കർശന നടപടി സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.